ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഖുർആനിൻ്റെ വെളിച്ചം പകരാൻ ഇനി 85 ഹാഫിളുകളും. ഏവരെയും മനം കുളിർപ്പിച്ച ഖുർആൻ പഠന പൂർത്തീകരണ വേദിയായി ജൽസത്തുൽ ഖുർആൻ. ഹിഫ്ള് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെയും സ്നേഹജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പ്രിയ ഗുരു ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾക്ക് ഖുർആനെ ഓതി കേൾപ്പിച്ച് ചരിത്ര ദൗത്യ പൂർത്തീകരണത്തിൽ പങ്കാളികളായി. കാണാം ഹാരിഫ് എന്നിവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മദീൻ അക്കാദമിക്ക് കീഴിലുള്ള തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ നിന്നും ഖുർആൻ മനഃപ്പാഠമാക്കിയ 85 വിദ്യാർത്ഥികളുടെ ഖുർആൻ പഠന പൂർത്തീകരണ വേദി ജൽസത്തുൽ ഖുർആൻ. وَبَدَا لَهُمْ سَيِّئَاتُ مَا عَمِلُوا وَحَاقَ بِهِم ما كانوا به يستهزئون. മദീൻ ചെയർമാൻ ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ പ്രിയപ്പെട്ട മകൻ മർഹൂം തഖിയുദ്ദീൻ ബുഖാരിയുടെ 40ാം ദിന അനുസ്മരണ പ്രാർത്ഥനാവേദിയും ഈ ധന്യ മജ്ലിസിനെ കൂടുതൽ പ്രഭാമയമാക്കി. തഖിയുവിനെ റബ്ബ് തിരിച്ചങ്ങ് വിളിക്കുമ്പോൾ മണ്ണും വിണ്ണും ഒരു വേള വിറച്ചിരിക്കാം. റബ്ബിൻ വിധിയോർത്ത് രണ്ട് കണ്ണും നിറച്ചിരിക്കാം. കുട്ടികളുടെ കഴിവുകൾക്ക് കൂടെ നിന്നാൽ അവരെ ഉന്നതങ്ങളിൽ എത്തിക്കാനാകും. അതാണ് ഈ ജൽസത്തുൽ ഖുർആൻ വേദിയുടെ സന്ദേശമെന്ന് ഖലീൽ ബുഖാരി തങ്ങൾ. ജീവിതത്തിൽ തന്നെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ്. 85 വിദ്യാർത്ഥികൾ അവരെ 5ാം ക്ലാസ് മദ്രസ പഠനം കഴിഞ്ഞു ഇവിടെ വന്ന് ഹിഫ്ള് പൂർത്തീകരിച്ച് അതോടുകൂടെ തന്നെ കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ഹിഫ്ള് പഠനവും സ്കൂൾ പഠനവും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ആദ്യമായി തെളിയിച്ച് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം 21 കുട്ടികൾ ഹിഫ്ള് പൂർത്തീകരിക്കലോടുകൂടെ സ്കൂളിൽ ഫുൾ A+ വാങ്ങി, മദ്രസയിലും A+ വാങ്ങി. നമ്മുടെ കുട്ടികളൊക്കെ അതുല്യ പ്രതിഭകളാണ്, ബഹുമുഖ പ്രതിഭകളാണ്. അവരുടെ പ്രതിഭാത്വം വളർത്തിയെടുക്കാത്തതാണ് അവർ ലോകോത്തര നിലവാരത്തിലേക്ക് എത്താത്തത്. ഇതാണ് ഈ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മക്കളുടെ ഈ ചരിത്ര നിമിഷം കാണാനെത്തിയ രക്ഷിതാക്കൾക്ക് സന്തോഷത്തിന്റെ കഥകൾ മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. ജീവിതത്തിൽ സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. മകന് ഹിഫ്ള് പൂർത്തിയാക്കി എന്നുള്ളത്, അത് മഅദിൽ വെച്ച് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കാണുകയാണ്. അഭിനന്ദരായ ഷെയ്ഖുന ഉസ്താദ് അവറുകളുടെ ഒരു തർബിയത്തിലായിട്ട് വളരുക എന്നുള്ളതും ആ രംഗത്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതും ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് അതിന് അവസരമുണ്ടായി. അതിൽ വലിയ സന്തോഷം ഈ സമയത്ത് ഉണ്ട്. മഅദിനോടും ഉസ്താദ് അവർക്ക് വലിയ കടപ്പാട് ആ വിഷയത്തിലുണ്ട്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് വളരെയേറെ സന്തോഷമുണ്ട്. മഅദിൻ എന്ന സ്ഥാപനത്തിൽ എൻ്റെ 2ാമത്തെ മകനാണ് പഠിക്കുന്നത്. എറണാകുളത്താണ് സ്ഥലം. നമ്മുടെ മുഹമ്മദ് അമീൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അൽഹംദുലില്ലാഹ് വളരെയേറെ ഉള്ള ഒരു മനസ്സിന് വളരെയധികം സന്തോഷമുള്ള, പറയാൻ വാക്കുകളില്ല. അൽഹംദുലില്ലാഹ് ബദറു സാദാത്ത് തങ്ങളുടെ ശിക്ഷണത്തിൽ ഇവിടുത്തെ ഉസ്താദുമാരുടെ കീഴിൽ അൽഹംദുലില്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ മകൻ ഹിഫ്ള് പൂർത്തീകരിച്ചു. ഇന്ന് അതിൻ്റെ ഖത്മ് നടക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സ്കൂൾ പഠനത്തോടൊപ്പം ബഹുഭാഷ, എഴുത്ത്, പ്രസംഗം, കമ്പ്യൂട്ടർ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് ഖുർആനിനെ ഹൃദയത്തിലെത്തിയ ഈ കൊച്ചുമിടുക്കർ. അവരുടെ ആനന്ദത്തിന് അതിരുകളില്ലായിരുന്നു. ഹിഫ്ളിൻ്റെ പൂർത്തീകരിക്കുന്ന ദിവസമാണ്. ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾ ഉസ്താദിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനത്തിൽ ഉസ്താദിൻ്റെ തണലിലായിട്ട് ഹിഫ്ള് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിവിടെ വന്നത് തന്നെ ഈ ഒരു വലിയ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇത്രയും വലിയൊരു സദസ്സിൽ അങ്ങനെ ഈ ഒരു സന്ദർഭത്തിലായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാനെന്നല്ല, ഈ കൂടി നിൽക്കുന്ന എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ഖുർആൻ പഠനത്തിനൊപ്പം ഭൗതിക പഠനങ്ങളും നൽകി വിദ്യാർത്ഥികളെ ഉന്നതസ്ഥാനീയരാക്കാൻ കഴിയുമെന്ന ബദറു സാദാത്ത് തങ്ങൾ ഉസ്താദിന്റെ ദീർഘവീക്ഷണത്തിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിലൂടെയാണ് മഅദിൻ ഹിഫ്ള് ജൈത്രയാത്രയെന്ന് ഖുർആൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബഷീർ സയ്യിദി വയനാട് പറഞ്ഞു. വെറും ഹിഫ്ള് പഠനം മാത്രമായി തുടർന്നു പോകുന്നൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഖുർആനോടുകൂടെ സ്കൂളും പഠിക്കാൻ പറ്റില്ല എന്ന ഉസ്താദിൻ്റെ നിർബന്ധപ്രകാരം അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ നിരന്തരമുള്ള
മോട്ടിവേഷനും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തി വളരെ ഭംഗിയായിക്കൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ സംവിധാനത്തോടു കൂടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഖുർആൻ പഠനം അതേപോലെ തന്നെ കിതാബ് പഠനവും വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഉസ്താദിൻ്റെ ദീർഘവീക്ഷണമെന്ന് പറയാം. വളരെ ഭംഗിയായി ഈ കഴിഞ്ഞ SSLCയിൽ ധാരാളം വിദ്യാർത്ഥികൾക്ക് ഫുൾ വിഷയത്തിൽ A+ വാങ്ങുന്നതോടുകൂടെ പല വിദ്യാർത്ഥികളും ഒറ്റയിരുത്തത്തിന് ഖുർആൻ ഓതി തീർത്തു. അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരത്തിലും മറ്റും മഗ്‌രിബ് നിസ്കാരവും അതുപോലെ തന്നെ ഇശാ നിസ്കാരത്തിലൂടെ രാത്രിയിൽ നിരവധി വിദ്യാർത്ഥികൾ നിസ്കാരത്തിൽ ഖത്മ് തീർത്ത വിദ്യാർത്ഥികളുണ്ട്. അൽഹംദുലില്ലാ, വളരെ നല്ല രൂപത്തിൽ നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഇതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ രഹസ്യം ഒന്നരായ ഉസ്താദിൻ്റെ സപ്പോർട്ടും ഉസ്താദിൻ്റെ ദുആയും നിരന്തരമായി ഉസ്താദുമാരെ വിളിച്ച് എല്ലാ സമയത്തും ഉസ്താദിൻ്റെ നിർദ്ദേശങ്ങളും മാത്രം സ്വീകരിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ നമ്മുടെ സ്ഥാപനം എത്തിയിരിക്കുന്നത്. ഹിഫ്ള് പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മതഭൗതിക വിദ്യാഭ്യാസം നൽകി പണ്ഡിതരാകാനുള്ള സുഫ ക്യാമ്പസുകളും മഅ്ദിനിന്റെ കീഴിൽ സജ്ജമാണ്. സംസ്ഥാന, ദേശീയ, അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരങ്ങളിൽ മഅ്ദിൻ ഹിഫ്ള് വിദ്യാർത്ഥികൾ മികച്ച നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരളക്കരയിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും ഒക്കെ നടക്കുന്ന പല മത്സരങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് ഒരുപാട് അവാർഡുകൾ വിദ്യാർത്ഥികൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിലേന്ത്യാ തലത്തിലും അതുപോലെ തന്നെ ലോകതലങ്ങളിൽ തന്നെ പല മത്സരങ്ങളിലും